ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? മിസ്സലേനിയസ് എക്സാമ്പിൾസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, മിസ്സലേനിയസ് എക്സാമ്പിൾസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. വാട്ട് ഹാവ് യു സ്റ്റഡീഡ് ടിൽ നൗ? ഇത്രയും നാൾ കൊണ്ട് നിങ്ങൾക്ക് കോംപ്ലക്സ് നമ്പറിനെ കുറിച്ച് എന്തൊക്കെ അറിയാം? നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കോംപ്ലക്സ് നമ്പേഴ്സിനകത്ത് നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? ഫസ്റ്റ് ടോപ്പിക് എ പ്ലസ് ഐ ബി ഫോം അല്ലേ, ഓർ എക്സ് പ്ലസ് ഐ വൈ ഫോം, ഇങ്ങനെയും പറയാം. രണ്ടും ഒന്ന് തന്നെ, എ പ്ലസ് ഐ ബി ഫോം അല്ലെങ്കിൽ എക്സ് പ്ലസ് ഐ വൈ ഫോം അല്ലേ. പിന്നെ രണ്ടാമത്തെ എന്താണ് പഠിച്ചത്? മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ അല്ലേ. എങ്ങനെയാ പഠിച്ചത്? ഫോർ എക്സാമ്പിൾ എ പ്ലസ് ഐ ബി ഫോം ആണെങ്കിൽ ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണെങ്കിൽ what will be modulus of z? Modulus of z is equal to square root of a square plus b square. Okay, this is modulus. Now the third one is conjugate of a complex number. Okay, conjugate of a complex number. എന്തായിരിക്കും conjugate of a complex number? Conjugate of z നെ റെപ്രസെന്റ് ചെയ്യുന്ന z ബാർ ആയിട്ടാണ്. z is equal to a plus ib ആണെങ്കിൽ അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എങ്ങനെ ആയിരിക്കുന്നത്? a മൈനസ് ഐ ബി. ഓക്കെ, അതായിരുന്നു നമ്മൾ കോൺജുഗേറ്റ് പഠിച്ചത്. പിന്നെ ഇനി എന്താണ് പഠിച്ചത്? ഫോർത്ത് നമ്മൾ പഠിച്ചത് പോളാർ ഫോം ആണ് അല്ലെ. പോളാർ ഫോം. പോളാർ ഫോം എന്താണ്? ആർ ആൻഡ് തീറ്റ ഫോം ആണ്. ആർ ആൻഡ് തീറ്റ ഫോം ആണ്. ഇതിൽ ആർ എന്താണ്? ആർ മോഡുലസ്. ഓക്കെ, ആർ തീറ്റ ഫോം ആണ്. ഓക്കെ, അതിനെ എങ്ങനെ എഴുതുന്നത്? z is equal to r into cos തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ അല്ലേ. ഇവിടെ ആർ എന്താണ്? ആർ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് z ആണ്. പിന്നെ വാട്ട് ഈസ് തീറ്റ? ഇതാണ് മോഡുലസ് അല്ലേ. ഇത് മോഡുലസ് ഓഫ് z, അതിനെയാണ് ആർ എന്ന് വിളിക്കുന്നത്. പക്ഷേ അതിന്റെ കൂടെ വാട്ട് ഈസ് തീറ്റ? തീറ്റ എന്താണ്? തീറ്റ ഇസ് ഈക്വൽ ടു ആർഗ്യുമെന്റ്. ഓക്കെ, ആർഗ്യുമെന്റ് ഓർ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് ഓഫ് z. എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? അത് കമ്പയർ ചെയ്തിട്ട് കണ്ടുപിടിക്കണം. ബിക്കോസ് അത് കണ്ടുപിടിക്കാൻ രണ്ട് റിലേഷൻഷിപ്പ് ആണ് ഉപയോഗിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ആർ കോസ് തീറ്റ ഈക്വൽ ടു എ, അല്ലെങ്കിൽ പറയും കോസ് തീറ്റ ഈക്വൽ ടു എ ബൈ ആർ അല്ലേ. കോസ് തീറ്റ ഈക്വൽ ടു എ ബൈ ആർ അല്ലെങ്കിൽ എക്സ് ബൈ ആർ, ആൻഡ് സൈൻ തീറ്റ ഈക്വൽ ടു ബി ബൈ ആർ. ഇത് രണ്ടും കൂടെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ക്വാഡ്രന്റ് ഏതാണോ അതെല്ലാം ഡിസൈഡ് ചെയ്ത് വെച്ചിട്ട് തീറ്റ കണ്ടുപിടിക്കും. തീറ്റ ഈസ് കോൾഡ് ദി ആർഗ്യുമെന്റ് ഓർ ആംപ്ലിറ്റ്യൂഡ് ഓഫ് z. ഓക്കെ, ഇനി നമുക്കറിയാലോ. അപ്പോൾ ഈ ഫോർമുല നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. ദിസ് ഈസ് കോൾഡ് ദ പോളാർ ഫോം. ഓക്കെ, so we have discussed mostly everything. Then we discussed in the previous class, yesterday's class, that how to solve a quadratic equation. Solving a quadratic equation. Quadratic equation എത്ര സൊല്യൂഷൻ ഉണ്ട്? There are two solutions. ടു സൊല്യൂഷൻസ് അല്ലെങ്കിൽ റൂട്ട്സ് എന്ന് പറയും. സ്ക്വയർ റൂട്ട് അല്ല, റൂട്ട് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ. ഓക്കെ, പിന്നെ അതിന്റെ ഫോർമുല എന്താണ്? ക്വാഡ്രാറ്റിക് ഫോർമുല എന്താണ്? ക്വാഡ്രാറ്റിക് ഫോർമുല എന്താണ്? ബി സ്ക്വയർ മൈനസ് 4ac ഉപയോഗിച്ചുകൊണ്ട് അത് ഡി ആണ്. ഡി ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് 4ac എടുക്കാം. പിന്നെ അതിനുശേഷം റൂട്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന എന്താണ്? മൈനസ് ബി പ്ലസ് മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ഡി അല്ലെങ്കിൽ ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഓക്കെ, ഇത്രയാണ് കാര്യങ്ങൾ. ഇപ്പൊ ഇനി നെഗറ്റീവ് ആണെങ്കിലും ഈ സീറോ ആണെങ്കിലും എന്താണേലും നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല.
But now we shall move on to miscellaneous exercise problems. And I will മാറ്റി വേറെ എവിടെയെങ്കിലും കൊണ്ടിടാം. Okay. Now we shall come back to our topic. So let us look at example 12. Example 12 നോക്കിക്കോ textbook ൽ. Example 12. എന്താണ് അതിനകത്ത് പറയുന്നത്? Find the conjugate of, okay, find the conjugate of 3 minus 2i into 2 plus 3i divided by 1 plus 2i into 2 minus i. ഇത് എങ്ങനെ ചെയ്യും? ആദ്യം ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം. യു നോ ഹൗ ടു മൾട്ടിപ്ലൈ, കറക്റ്റ്? എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഓരോന്നും അങ്ങനെയും ചെയ്യാമല്ലോ അല്ലേ? ആ രീതിയിൽ അങ്ങ് ചെയ്താലും മതി. അപ്പോൾ നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആയി. അപ്പോൾ ഫസ്റ്റ് തിങ് സൊല്യൂഷൻ. ന്യൂമറേറ്റർ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഈ 3 2 മൾട്ടിപ്ലൈ 3 2s are 6, പിന്നെ 3 3s are 9i അല്ലേ, പ്ലസ് 9i. Then you multiply 2i with both of them, so you get minus 4i, and then I into I is I square. I square is minus 1. Please pay attention. I square is minus 1. Minus minus plus 3 2s are 6. So answer is plus 6. Okay. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് ആ ഫസ്റ്റ് ലൈൻ കിട്ടുന്നത്. ഡിനോമിനേറ്റർ അത് 1 into 2 is 2. Then 2 2s are 4i. പിന്നെ ഇനി എന്താണ്? പല രീതിയിൽ ചെയ്യാം കേട്ടോ. പിന്നെ ഇനി അടുത്ത എന്താണ്? ഇനി നമുക്ക് 1 into i കൊടുക്കാം, മൈനസ് ഐ. പിന്നെ ഐ സ്ക്വയർ ഇസ് മൈനസ് 1, മൈനസ് ഇൻറ്റു മൈനസ് ഇസ് പ്ലസ്, പ്ലസ് 2 ആണ് കിട്ടുന്നത്. ക്ലിയർ? മനസ്സിലായോ ഇത് മൾട്ടിപ്ലൈ ചെയ്തത് എങ്ങനെയാണ്? ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിനെ കുറച്ചുകൂടെ പ്രൊസീഡ് ചെയ്യുക. ഇതെങ്ങനെ പ്രൊസീഡ് ചെയ്യാൻ പറ്റും? ഇതൊന്ന് ആഡ് ചെയ്യുക. അത് 6 plus 6 is equal to 12. പിന്നെ 9 minus 4 എന്ന് പറയുന്നത് എത്ര? 5 ആണ്. സോ പ്ലസ് 5i ഡിവൈഡഡ് ബൈ താഴെ എന്താണ്? 2 plus 2 is equal to 4, and then 4 minus 1 equal to 3i. ആദ്യം ഇതിനെ നോർമലി നമുക്കൊരു സിമ്പിൾ ഫോമിലേക്ക് കൊണ്ടുപോകണം, എന്നിട്ട് മാത്രമേ നമുക്ക് അതിന്റെ കോൺജുഗേറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കും? ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഇനി താഴത്തെ കോൺജുഗേറ്റ് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. താഴത്തെ കോൺജുഗേറ്റ് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, താഴത്തെ റാഷണലൈസ് ചെയ്യാൻ പോവാണ്. അപ്പൊ 4 plus 3i ആയിരുന്നു. അപ്പൊ അതിന്റെ കോൺജുഗേറ്റ് എടുക്കുക, ദാറ്റ് ഈസ് 4 minus 3i. ഓക്കെ, ഇത് നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ ഇങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ഐ ഇല്ലായിരുന്നു, അത് മാത്രമേ ഉള്ളൂ. 4 minus 3i മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി വീണ്ടും മുകളിലത്തേത് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യണം. മുകളിലത്തേത് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെയാ ചെയ്യുന്നത്? 12 into 4 ചെയ്യുക. ഓക്കെ, 12 into 4 എത്രയാണ്? ഇപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12 4 the 48 മൈനസ് പിന്നെ 12 3 36 i, ഇനി 5i into 4 5 4 20i, and 5i into minus 3i. അപ്പൊ i square minus 1 minus minus plus, so plus 1i എത്ര ഇടാം? പിന്നെ 5 3 15. ഓക്കെ, സോ പ്ലസ് 15 ഇങ്ങനെയാണ് കിട്ടുന്നത്. താഴത്തേതും അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? സി, ഇത് എ പ്ലസ് ബി എ മൈനസ് ബി ടൈപ്പ് ആണ്. അതുകൊണ്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എടുക്കാൻ പറ്റും. ഓക്കെ, താഴത്തെ കോൺജുഗേറ്റ്സ് ആണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അല്ലെങ്കിൽ എ പ്ലസ് ബി എ മൈനസ് ബി ടൈപ്പ് ആണ്. അപ്പൊ നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിൽ കിട്ടും. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, പക്ഷെ ഐ സ്ക്വയർ ഉള്ളതുകൊണ്ട് അത് മൈനസ് പ്ലസ് ആയി പോകും. സോ 4 4 16 പ്ലസ് ഇത് 3 3 9. അപ്പൊ അത് 25 ആയി മാറും. ഇനി ന്യൂമറേറ്റർ എന്താണ്?
ന്യൂമറേറ്റർ ഈസ് ഈക്വൽ ടു 48 പ്ലസ് 15 എന്താണ് കിട്ടുന്നത് 63 മൈനസ് 16i ഇപ്പൊ മൈനസ് 36 പ്ലസ് 20 എന്ന് വരുമ്പോഴത്തേക്കും മൈനസ് 16i ഡിവൈഡഡ് ബൈ 25. ഈ 25 രണ്ടിനും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ദിസ് ഇസ് 63 ബൈ 25 മൈനസ് 16 ബൈ 25 ഇൻറ്റു i. അപ്പൊ ഇതിന്റെ കോൺജുഗേറ്റ് എന്താണ്? ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസിന് പകരം മൈനസ് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, സോ ദെയർഫോർ ഇത് തന്നിരിക്കുന്നതായിരുന്നു ഇസഡ്. ഓക്കെ, അപ്പോൾ ദെയർഫോർ കോൺജുഗേറ്റ് ഓഫ് ഇസഡ്, അപ്പൊ ഇതിനെ നമുക്ക് ഇസഡ് എന്ന് വിളിക്കുവാണെങ്കിൽ ഇസഡിന്റെ കോൺജുഗേറ്റ് എന്തായിരുന്നു? ഈ തന്നിരിക്കുന്ന ഇതിനെ നമുക്ക് ഇസഡ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ കോൺജുഗേറ്റ് ഓഫ് ഇസഡ് എങ്ങനെ ഇരിക്കും? 63 ബൈ 25 പിന്നെ ഇവിടെ മൈനസ് ആയിരുന്നു, അപ്പൊ അത് പ്ലസ് ആക്കി മാറ്റുക. സൈൻ ചേഞ്ച് ചെയ്യുക, മിഡിൽ സൈൻ ചേഞ്ച് ചെയ്യുക, ഐന്റെ ഫ്രണ്ടിലത്തെ സൈൻ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി, കോൺജുഗേറ്റ് ആയി. ഓക്കെ, പ്ലസ് 16 ബൈ 25 ഇൻറ്റു ഐ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ദിസ് ഈസ് യുവർ ആൻസർ. ആർ യു ഫോളോയിങ്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ 13 നോക്കാം. ഓക്കെ, എക്സാമ്പിൾ 13 നോക്കാം. എക്സാമ്പിൾ 13 എന്താണ്? ഫൈൻഡ് മോഡുലസ് ആൻഡ് ആർഗ്യുമെന്റ്. ആർഗ്യുമെന്റ് ആൻഡ് മോഡുലസ്. ആർഗ്യുമെന്റ് ആൻഡ് മോഡുലസ് എന്താണ് കണ്ടുപിടിക്കുന്നത് അറിയാമല്ലോ. ആർഗ്യുമെന്റ് എങ്ങനെയാണ് അതും നമ്മൾ പഠിച്ചു. അപ്പൊ ആദ്യം നമ്മളത് ഫൈൻഡ് മോഡുലസ് ആൻഡ് ആർഗ്യുമെന്റ് ഓക്കെ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഈ മോഡുലസും ആർഗ്യുമെന്റും കണ്ടുപിടിക്കാൻ അറിയത്തില്ലെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോസ് ചെക്ക് ചെയ്താൽ മതി. അതിനകത്ത് നിങ്ങൾക്ക് കിട്ടും. എത്ര പ്രാവശ്യം വേണമെങ്കിൽ അത് റിവൈസ് ചെയ്യാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ മിക്കവാറും എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. 1-2 എണ്ണം ഇടയ്ക്ക് വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. മിക്കവാറും കോൺസെപ്റ്റുവൽ ആയിട്ടുള്ളത് എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനകത്ത് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ സേസ് ദാറ്റ് ഇറ്റ് ഈസ് 1 പ്ലസ് i ബൈ 1 മൈനസ് i. ആദ്യം ഇതിനെ അങ്ങ് സിംപ്ലിഫൈ ചെയ്യണം. ഇതിനെ നമുക്ക് ഇസഡ് ആയിട്ട് വിളിക്കാം. ഓക്കെ, ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? സിംപ്ലിഫൈ ചെയ്തിട്ട് അതിനെ ഒരു a പ്ലസ് ib ഫോമിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് മാത്രമേ നമുക്ക് അതിന്റെ മോഡുലസും ആർഗ്യുമെന്റും കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആദ്യം അത് മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബൈ ഇറ്റ്സ് കോൺജുഗേറ്റ്. ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിന്റെ കൂടെ 1 പ്ലസ് ഐയും 1 പ്ലസ് ഐ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ കിട്ടുന്ന എന്താണ്? മുകളിൽ 1 പ്ലസ് ഐ ദ ഹോൾ സ്ക്വയർ കിട്ടും. അപ്പൊ 1 സ്ക്വയർ പ്ലസ് 2i പ്ലസ് ഐ സ്ക്വയർ എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 1 മൈനസ് ഐ ആൻഡ് 1 പ്ലസ് ഐ. സോ ഇറ്റ് ഈസ് 1 സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ. ഓക്കെ, now further simplification. For the i square, sorry, 1 square 1 ആണ്, plus 2i i square minus 1 ആണ്, divided by 1 minus i square ആണ്. i square എന്താണ്? minus 1 ആണ്. അപ്പോൾ 1 plus 1i. okay, so it is 1 plus 1. So what is this? 1 minus 1 is ഇത് രണ്ടും കട്ട് ആയി പോകും. okay, you can cancel these two. 1 and minus 1 will go. What remains is 2i divided by 1 plus 1 is 2. അപ്പൊ അത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും i ആയി മാറി. ഓക്കെ, ഐനെ എനിക്ക് therefore z എന്താണ്? z is equal to 0 plus 1i എന്നെഴുതാമല്ലോ. ഐനെ എനിക്ക് 0 plus 1i എന്നെഴുതാമല്ലോ അല്ലേ? 0 plus 1 into i എന്നെഴുതാം. അപ്പൊ ഇനി ഇതിന്റെ മോഡുലസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മോഡുലസ് ഓഫ് z അതാണ് നമുക്ക് 6 അല്ലെങ്കിൽ പറയാം മോഡുലസ് ഓഫ് z ഇങ്ങനെയും പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് b സ്ക്വയർ അല്ലെ? സ്ക്വയർ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. a എന്താണ്? ദിസ് ഇംപ്ലൈസ് a ഈക്വൽ ടു 0 ആൻഡ് b ഈക്വൽ ടു 1. അത് വെച്ചിട്ട് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അത് എഴുതി. നിങ്ങൾക്ക് MCQ എക്സാം ആണെങ്കിൽ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഇത് നോക്കി 0 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. അല്ല, റിട്ടേൺ എക്സാം ആണെങ്കിൽ ഇത് മൊത്തം എഴുതണം, വൃത്തിയായിട്ട് എഴുതി കാണിച്ചു കൊടുക്കണം.
Okay, a square is 0 plus b square is 1. So square root of 1. Answer is root of 1, which is equal to 1. Okay. Modulus എന്താണ് 1. ഇനി ആർഗ്യുമെന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ എടുക്കുന്നത്? നമ്മൾ പഠിച്ചായിരുന്നു കോസ് തീറ്റ. കോസ് തീറ്റ എന്താണ്? കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എ ബൈ ആർ അല്ലെ. എ എന്താണ്? 0. 0 ബൈ 1. ആൻസർ എന്താണ്? 0. അപ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു 0. ആൻഡ് സൈൻ തീറ്റ. സൈൻ തീറ്റ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സൈൻ തീറ്റ ഈക്വൽ ടു ബി ബൈ ആർ. ബി എന്തായിരുന്നു? ബി എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ. ബി ഈസ് 1. സോ 1 ബൈ ആർ. ആറും 1 ആണ്, അതും 1 ആണ്. സോ രണ്ടും പോസിറ്റീവ് എന്നുള്ള രീതിയിൽ തന്നെ വരുന്നത്. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 0. കോസ് തീറ്റ ഈക്വൽ ടു 0 ആൻഡ് സൈൻ തീറ്റ ഈക്വൽ ടു 1. അങ്ങനാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കോസ് തീറ്റ 0യും സൈൻ തീറ്റ 1ഉം വരുന്നത് ഏത് വാല്യൂ ആണ്? therefore തീറ്റ ഈക്വൽ ടു എത്രയാണ് പറയാമോ? തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആണോ? തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, ഇതൊരു പ്യുവർലി ഇമാജിനറി നമ്പർ ആണ്. കണ്ടോ? പ്യുവർലി ഇമാജിനറി നമ്പർ ആണ്. പ്യുവർലി ഇമാജിനറി നമ്പർ എവിടെ കിടക്കും? ആർഗറ്റ് പ്ലെയിനകത്ത് ഐ എന്ന് പറയുന്നത് ഇവിടെ കിടക്കും, 1i. അപ്പൊ ഇവിടെ ദിസ് വിൽ ബി ദ പോയിന്റ്. സോ ഇറ്റ് ഈസ് ഓൺ ദ വൈ ആക്സിസ് ഓർ ദ ഇമാജിനറി ആക്സിസ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് 90 ഡിഗ്രി എന്ന് പറഞ്ഞത്. തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതായിരിക്കും തീറ്റ. ഓക്കെ, തീറ്റ എന്ന് പറയുന്നത് അതായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? തീറ്റ ആണ് ആർഗ്യുമെന്റ്. ദിസ് ഈസ് ദ ആർഗ്യുമെന്റ്. മനസ്സിലായോ? ആർഗ്യുമെന്റ് ഓഫ് z അല്ലെങ്കിൽ പറയാം arg z ഈക്വൽ ടു ദിസ്. ഓക്കെ, നിങ്ങളുണ്ടോ അവിടെ? ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. അതുകൊണ്ട് തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. നമ്മളിപ്പോ പഠിക്കുന്നത് 10ാം ക്ലാസ്സിലല്ല, നമ്മൾ പഠിക്കുന്നത് +1ലാണ് അല്ലെങ്കിൽ ഹയർ ക്ലാസ് ആണ്. അപ്പൊ നമ്മൾ അതിനെ 5/2 എന്നാണ് എടുക്കുന്നത്. ഓക്കെ, 5/2 റേഡിയൻ. റേഡിയൻ ആകുമ്പോൾ യൂണിറ്റ് എഴുതാറില്ല, അതുകൊണ്ട് 5/2 ഇതായിരിക്കും എടുക്കുന്നത്. ആർഗ്യുമെന്റ് ഓഫ് z is equal to 5/2 in radians. Is that clear? ഇപ്പൊ പാർട്ട് 2 നിങ്ങൾ ചെയ്തു നോക്കുക. പാർട്ട് 2 അതിനകത്തുണ്ട്. പാർട്ട് 2 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ? അത് ഞാൻ ചെയ്ത് കാണിക്കണം. അതിനകത്ത് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനകത്ത് എന്താ തന്നിരിക്കുന്നത്? z തന്നിട്ടുണ്ട്. z തന്നിരിക്കുന്നത് 1/1 + i എന്നാണ്. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ആദ്യം അതിനെ സിംപ്ലിഫൈ ചെയ്യാം. z is equal to 1/1 + i-നെ മൾട്ടിപ്ലൈ ബൈ അതിന്റെ കോൺജുഗേറ്റ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. 1 - i ഡിവൈഡഡ് ബൈ 1 - i. അപ്പൊ അത് കുറെ കൂടെ മുകളിൽ ന്യൂമറേറ്റർ 1 - i ആയി. താഴെയോ 1² is 1 minus a plus b, a minus b ടൈപ്പ് ആണ്. ആൻഡ് പിന്നെ b² എന്താണ്? b² എന്ന് പറഞ്ഞാൽ i² ആവും. അപ്പൊ താഴെ 1 + 1 ആയി അല്ലേ? 1 - i ഡിവൈഡഡ് ബൈ താഴെ എന്താണ്? i² - 1 ആണ്. അപ്പൊ 1 + 1 ആയി. അപ്പൊ ആൻസർ എന്ത് വന്നു? ഇത് സിംപ്ലിഫൈ ആവുമ്പോൾ എങ്ങനെ കിട്ടും? z is equal to 1 - i ഡിവൈഡഡ് ബൈ 1 + 1 2. ഓക്കെ, അപ്പൊ അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് a + ib ഫോമിലേക്ക് എഴുതുമ്പോൾ എങ്ങനെ ഇരിക്കും? 1/2 മൈനസ് 1/2 ഇൻറ്റു i. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ മോഡ് z എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മോഡുലസ് ഓഫ് z r എന്ന് പറയുന്നത് ഈക്വൽ ടു മോഡുലസ് ഓഫ് z കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് a² + b². a² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 the whole square പ്ലസ് -1/2 the whole square. ഓക്കെ, ഇതിനകത്ത് a എന്താണ്? a is equal to 1/2 ആണ്. b എന്താണ്? b equal to -1/2 ആണ്. ഇത് മറന്നു പോകരുത്. ഓക്കെ, സോ വി ഗെറ്റ് ദിസ് ഫ്രം a + ib ഫോം. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 1/2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/4 പ്ലസ് 1/4 എന്നാണ് കിട്ടുന്നത്. 1/4 + 1/4 എത്ര? 2/4. 2/4 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പൊ ആൻസർ എന്താണ്? അത് 1/2 ആണ്.
ഓക്കെ, അല്ലെങ്കിൽ പറയാം 1/√2 എന്ന് പറയാമോ? റൂട്ട് ഓഫ് 1 തന്നെയാണ്, അതുകൊണ്ട് 1/√2 എന്ന് കിട്ടും. ഓക്കെ, ഓക്കെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്, ഇനി നമുക്ക് ആർഗ്യുമെന്റ് കണ്ടുപിടിക്കണം. ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണ്? കോസ് തീറ്റ എന്താണ്? കോസ് തീറ്റ ഈക്വൽ ടു a/r ആൻഡ് സൈൻ തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ എന്താണ്? സൈൻ തീറ്റ ഈക്വൽ ടു b/r ആണ്. r എന്ന് പറയുന്നത് √2 ആണ്. ഓക്കെ, അപ്പൊ കോസ് തീറ്റ എന്താണ്? കോസ് തീറ്റ വിൽ ബി ഈക്വൽ ടു കോസ് തീറ്റ a എന്താണ്? a is 1/2 ഡിവൈഡഡ് ബൈ 1/√2. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് √2 മുകളിൽ വരും. സോ ഇറ്റ് ഈസ് √2/2. അത് 1/√2 ആയി മാറും. ഓക്കെ, ക്യാൻസൽ ചെയ്യാൻ പറ്റുമല്ലോ. അതുപോലെ സൈൻ തീറ്റ ഈക്വൽ ടു b/r ആണ്. അപ്പൊ സൈൻ തീറ്റ എങ്ങനെ ഇരിക്കും? b എന്താണ്? -1/2 ആണ്, ഡിവൈഡഡ് ബൈ 1/√2. ഓക്കെ, അപ്പൊ അത് -1/2 ഇൻറ്റു √2/1 എന്ന് എഴുതും. അപ്പൊ അത് ആൻസർ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് -1/√2 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പൊ സൈൻ തീറ്റയും കോസ് തീറ്റയും നമുക്ക് കിട്ടി. അപ്പൊ കോസ് തീറ്റ എന്താണ്? കോസ് തീറ്റ ഈക്വൽ ടു 1/√2 കിട്ടി, ആൻഡ് സൈൻ തീറ്റ ഈക്വൽ ടു -1/2 കിട്ടി. അപ്പൊ ഇത് കോസ് തീറ്റ പോസിറ്റീവ് ആൻഡ് സൈൻ തീറ്റ നെഗറ്റീവ് ആണ്. അപ്പൊ ശരിക്കും നോക്കുമ്പോൾ ഈ യൂണിറ്റ് സർക്കിളിനകത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ കിട്ടുന്നത്? അതെങ്ങനെ ഇരിക്കും? സൈൻ തീറ്റ നെഗറ്റീവ് വരുന്ന എപ്പോഴാണ്? കോസ് തീറ്റ പ്ലസ് മൈനസ് വരുന്ന എവിടെയാണ്? ഇത് പ്ലസ്, ഇത് മൈനസ്, ഇത് പ്ലസ്, ഇത് മൈനസ്, ഇങ്ങോട്ട് താഴോട്ട് മൈനസ്. അപ്പൊ ഇങ്ങോട്ട് കിടക്കും ഫോർത്ത് ക്വാഡ്രന്റ്. therefore തീറ്റ എവിടെ കിടക്കും? തീറ്റ ബിലോങ്സ് ടു ദ ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, ഫോർത്ത് ക്വാഡ്രന്റ് ആയിരിക്കും. അപ്പൊ തീറ്റ വിൽ ബി ഈക്വൽ ടു, അപ്പൊ സാധാരണ ഇത് 5/2 വരുന്ന, 1/√2 വരുന്ന ഏത് വാല്യൂവിലാണ്? 1/√2 വരുന്നത് ഏത് വാല്യൂവിലാണ്? സൈനും കോസും 1/√2 വരുന്ന എവിടാണ്? 5/4ലാണ് അല്ലെ? പക്ഷെ ഫോർത്ത് ക്വാഡ്രന്റ് ആയതുകൊണ്ട് 5/4 എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ പോകും. പക്ഷെ ഇത് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് എങ്ങനെ പറയും? ഇങ്ങോട്ട് വരുമ്പോൾ എങ്ങനെ? -5/4 എന്ന് പറയും. ഓക്കെ, ഫോർത്ത് ക്വാഡ്രന്റ് ആകുമ്പോൾ -5/4 എന്ന് പറയും. ഓക്കെ, therefore തീറ്റ ഈക്വൽ ടു -5/4 എന്ന് പറയും. ഓക്കെ, കാര്യം മനസ്സിലായി? കാരണം ഇങ്ങോട്ടാണ് 5/4 എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് പോകും, പക്ഷെ ഇങ്ങോട്ടായതുകൊണ്ട് -5/4 എന്ന് പറയും. സോ ദിസ് ഈസ് യുവർ ആർഗ്യുമെന്റ് ഓഫ് z. ആർഗ്യുമെന്റ് ഓഫ് z is equal to theta, which is equal to -5/4. Is that clear? Hello? Okay. Any example 14? Example 14 നോക്കാം. എക്സാമ്പിൾ 14 എന്താ പറയുന്നത്? നമുക്ക് ഒരു റിസൾട്ട് തന്നിട്ടുണ്ട്, പിന്നെ വേറൊരു കാര്യം പ്രൂവ് ചെയ്യാനും പറയുന്നുണ്ട്. അതെന്താണ്? ഇഫ് x plus iy is given to you as a plus ib by a minus ib, prove that x square plus y square, okay, x square plus y square equal to 1. This is very simple. ഫസ്റ്റ് എക്സ് പ്ലസ് ഐ വൈനെ ഒരു നോർമൽ ഫോമിൽ കൊണ്ടുവരിക. അതിനെ ആദ്യം അതെങ്ങനെ കൊണ്ടുവരുന്നത്? നമുക്ക് we have x plus i y equal to a plus ib divided by a minus ib. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ കോൺജുഗേറ്റ് ഓഫ് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് a plus ib ഡിവൈഡഡ് ബൈ a plus ib. അത് തന്നെ മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് മുകളിലത്തെ എന്തായിരിക്കും? a plus ib ഹോൾ സ്ക്വയർ ആകും. അപ്പോൾ അത് a സ്ക്വയർ പ്ലസ് 2ab into i, 2ab into i plus ib
whole square. Okay, divided by what? Divided by a square plus b square. Okay, a square plus b square ആയിരിക്കും. a square plus b square. Now ഇതിനകത്ത് i component ഏതാണ്? ഇത് i square minus 1 ആണ്. അപ്പോൾ a square minus b square ആകും അത്. അപ്പോൾ അത് a square minus b square അത് അപ്പുറത്ത് എഴുതി. പിന്നെ plus 2ab into i അപ്പുറത്ത് എഴുതി. plus 2ab into i അപ്പുറത്ത് എഴുതി. ഇനി ഈ a square plus b square ഹോൾ ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ദിസ് ഈസ് a square plus b square and here also it is a square plus b square. Now this is your x and this is your y. Okay, you can compare. ഇത് രണ്ടും കൂടെ നമുക്ക് x plus I y ഇത് രണ്ടും നോക്കുമ്പോഴത്തേക്കും x എന്താണ്? a square plus b square, sorry, a square minus b square by a square plus b square. y എന്താണ്? 2ab by a square plus b square. ഇത് രണ്ടെണ്ണവും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, ശരിയല്ലേ? അപ്പൊ ഇനി ഇതിന്റെ കോൺജുഗേറ്റ് എടുക്കാം. സോ therefore ഇതിന്റെ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ എങ്ങനെ കിട്ടും? എക്സ് മൈനസ് ഐ വൈ എങ്ങനെ ഇരിക്കുന്നത്? എക്സ് മൈനസ് ഐ വൈ ഇവിടെ മൈനസ് കൊടുത്താൽ മതി. സോ യു വിൽ ഗെറ്റ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ divided by a square plus b square taking conjugate minus 2ab by a square plus b square into i. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. കാരണം അതല്ലേ, അങ്ങനെയല്ലേ കിട്ടുന്നത് സാധാരണ. So multiplying 1 and 2. Say suppose this is equation number 1 and this is equation number 2. So multiplying 1 and 2. Okay. Multiplying equation 1 and 2. You get left hand side will be x square plus y square and the right hand side will be this square plus this square. Okay. ഇപ്പുറത്തേത് പ്ലസ് ഇതിന്റെ സ്ക്വയർ. കാരണം ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ -1 ആകും. -1ഉം ഈ മൈനസും കൂടെ +1 ആകും. അപ്പൊ നമുക്ക് കിട്ടുന്നത് a square minus b square by a square plus b square whole square plus 2ab by 2ab by a square plus b square whole square. ഇത്രയാണ് കിട്ടുന്നത്. ഇതിനെ വേണമെങ്കിൽ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോഴത്തേക്കും എങ്ങനെ ഇരിക്കും? താഴത്തേതൊന്നും കൂടെ നോക്കാം. ദിസ് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇപ്പുറത്തെ ഭാഗമോ ഇത് 4 ആകും. 4 എ സ്ക്വയർ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഡിനോമിനേറ്ററിന് സ്ക്വയർ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം, ന്യൂമറേറ്ററിലും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. താഴത്തെ രണ്ടും സെയിം അല്ലേ? താഴത്തെ രണ്ടും സെയിം ആണ്. അപ്പൊ ന്യൂമറേറ്റർ നമുക്ക് സെറ്റ് ചെയ്യാം. ആദ്യം ഇതിനെ അങ്ങോട്ട് ഓപ്പൺ ചെയ്യുക. ഇതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. അപ്പൊ എ റേസ് ടു 4 ആകും. ഓക്കെ, എ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് പറയും. അപ്പൊ അതെന്താണ് കിട്ടുന്നത്? അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഫോർമുല അറിയാമെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദ ഹോൾ റേസ് ടു 2 പ്ലസ് 4 എ സ്ക്വയർ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിനെ ഇതിന്റെ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന്റെ മിഡിൽ ടേം 2a സ്ക്വയർ പ്ലസ് ബി മൈനസ് 2a സ്ക്വയർ ബി സ്ക്വയർ ആയിരിക്കും. മൈനസ് 2a സ്ക്വയർ ബി സ്ക്വയർ. അത് ഇതിന്റെ കൂടെ സെറ്റ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? ഇതിന്റെ കൂടെ സെറ്റ് ചെയ്യുമ്പോൾ പ്ലസ് 2a സ്ക്വയർ ബി സ്ക്വയർ ആകും. അപ്പൊ ആ പ്ലസ് 2a സ്ക്വയർ ബി സ്ക്വയർ അതിന്റെ ഇടയ്ക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് എ പ്ലസ് ബി, അല്ലെങ്കിൽ പറയാം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആയി മാറും. ഡിവൈഡഡ് ബൈ a square plus b square the whole square ആയി മാറും. Okay, അപ്പോൾ that is 1 because numerator and denominator will get cancelled. Is that clear? Okay, അപ്പോൾ ഇത് ഇത്രയുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. ഇനിയിപ്പോൾ എന്താണ് എടുക്കേണ്ടത്? എക്സാമ്പിൾ 15. ഓക്കെ, എക്സാമ്പിൾ 15 എന്താ പറയുന്നത്? ഫൈൻഡ് റിയൽ തീറ്റ. ഓക്കെ, ഫൈൻഡ് റിയൽ തീറ്റ. റിയൽ മീൻസ് റിയൽ നമ്പർ. ഓക്കെ, ഫൈൻഡ് തീറ്റ സച്ച്
സച്ച് ദാറ്റ് ഈ തന്നിരിക്കുന്ന വാല്യൂ ഒരു റിയൽ നമ്പർ ആണ്. 3 + 2i into sin theta divided by 1 minus 2i sin theta is real. ഇതിനെ ആദ്യം ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് a പ്ലസ് ഐ ബി ഫോമിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് ഐ പാർട്ടിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ബി ആയിട്ട് കിട്ടുന്നത് a പ്ലസ് ഐ ബി ഫോമിൽ എഴുതിയിട്ട് b ഈക്വൽ ടു 0 എന്ന് പുട്ട് ചെയ്താൽ മതി. കാരണം b 0 ആകുമ്പോഴാണ് റിയൽ പാർട്ട് ആകുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു a പ്ലസ് ഐ ബി റിയൽ ആകുന്നത് എപ്പോഴാണ്? വെൻ b ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഈ പാർട്ട് ഇല്ലാണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം z എന്ന് പറഞ്ഞത് എടുക്കാം. z ഈസ് ഈക്വൽ ടു 3 + 2i sin theta divided by 1 minus 2i sin theta multiplied by 1. ആദ്യം അതിനെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 1 + 2i sin theta divided by 1 + 2i sin theta. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 3 1s are 3 plus 3 2s are 6i sin theta plus 2i sin theta അല്ലേ? അപ്പൊ നമുക്ക് 5i sin theta എന്ന് കിട്ടും അല്ലേ? സോറി, 6 + 2 എത്ര? 6 + 2 എന്ന് പറയുന്നത് 8i sin theta എന്ന് കിട്ടും. ഓക്കെ, 8i sin theta എന്ന് കിട്ടും. പിന്നെ ഈ ഐ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 2 2s are 4 sin square theta into i square. അപ്പൊ മൈനസ് 4 sin square theta മൈനസ് 4 sin square theta ആകും. മനസ്സിലാവുന്നുണ്ടോ? ഇത് മനസ്സിലായോ ഇല്ലയോ? ആരും പറ. മനസ്സിലായി? ഇത് ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതും ഇത് ഇതിന്റെ കൂടെ കിട്ടുന്നതും കൂടെ നമുക്ക് 8i sin theta ആയി. പിന്നെ അടുത്തത് ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഈ തേർഡ് ടേം, ഈ ടേമും കൂടെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഡിനോമിനേറ്റർ അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുക. അത് a പ്ലസ് ബി a മൈനസ് ബി ടൈപ്പ് ആണ്. അതുകൊണ്ട് 1 square is 1 plus 2 2s are 4 sin square theta. ഓക്കെ, അത് ഐയും ഐ ഇല്ലാത്തതും സെപ്പറേറ്റ് ചെയ്യുക. ഐയും ഐ ഇല്ലാത്തത്. അപ്പൊ 3 minus 4 sin square theta ഒരു സൈഡിലോട്ട് എടുക്കുക. 3 minus 4 sin square theta സൈഡിലോട്ട് എടുക്കുക. പിന്നെ പ്ലസ് എന്താണ്? പ്ലസ് 8i sin theta അല്ലെങ്കിൽ 8 sin theta into i എന്ന് എഴുതാം. 8 sin theta into i എന്ന് എഴുതാം. അതിന്റെ താഴെ ഡിനോമിനേറ്റർ കൊടുക്കാം. ഡിനോമിനേറ്റർ രണ്ടിനും കൂടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ 1 + 4 sin square theta എന്ന് എഴുതാം. ഇവിടെ 1 + 4 sin square theta എന്ന് എഴുതാം. നൗ z റിയൽ ആണ്. z എങ്ങനത്തെ നമ്പറാണ്? z ഈസ് റിയൽ. ഓക്കെ, z ഈസ് റിയൽ. ഇതിനെ നമുക്ക് a പ്ലസ് ഐ ബി ഫോമിനകത്ത് എഴുതുമ്പോഴത്തേക്കും a എന്താണ്? a ഇതാണ്. b എന്താണ്? b എന്ന് പറയുന്നത് ഈ സംഭവമാണ്. അതാണ് ഞാനത് സർക്കിൾ ചെയ്യാം. ദിസ് ഈസ് യുവർ b. ഓക്കെ, ദിസ് ഈസ് ദ വാല്യൂ ഓഫ് b. കാരണം ഐയുടെ കോഎഫിഷ്യന്റ് എന്താണോ അതാണ് b. ക്ലിയർ? z ഈസ് റിയൽ. ദിസ് ഇംപ്ലൈസ് b ഈസ് ഈക്വൽ ടു 0. നമുക്കറിയാം b ഈസ് ഈക്വൽ ടു 0. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എനിക്ക് എഴുതാൻ പറ്റും, ഈ 8 sin theta by 1 + 4 sin square theta equal to b equal to 0 ആണ്. b equal to 0 ആകുമ്പോൾ നമുക്ക് ഇനി എന്താണ് എടുക്കേണ്ടത്? ഈ 0 ആകുമ്പോൾ ഈ സംഭവം 0 ആകും അല്ലെ? b എന്താണ്? ഇതാണ് b. അപ്പൊ therefore I can say that 8 sin theta by 1 + 4 sin square theta എന്ന് പറയുന്നത് 0 ആകും. കറക്റ്റ്? അത് 0 ആകുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? 8 sin theta 0 ആകും. അപ്പൊ sin theta 0 ആകണം. കാരണം 8 0 അല്ല. അപ്പൊ sin theta 0 ആകും. ഓക്കെ, ദിസ് ഇസ് s.
sin theta. 8 sin theta is equal to 0. It means that sin theta should become 0. ഈ sin theta 0 ആയാൽ മാത്രമേ ഇത് കംപ്ലീറ്റ്ലി 0 ആകത്തുള്ളൂ. sin theta 0 ആകുന്ന എപ്പോഴാണ്? sin theta 0 ആകുന്ന എല്ലാ മൾട്ടിപ്പിൾസ് ഓഫ് പൈയിലും sin 0 ആണ്. ഓക്കെ, എല്ലാ മൾട്ടിപ്പിൾസ് ഓഫ് പൈയിലും sin 0 ആണ്. അപ്പോൾ നമുക്ക് θ ഈക്വൽ ടു n പൈ n ബിലോങ്സ് ടു z എന്ന് പറയാം. z എന്താണ്? z ഈസ് ദ, ഇങ്ങനത്തെ z എഴുതണേ, കോംപ്ലക്സ് നമ്പർ അല്ല, ഇത് ഇന്റീജേഴ്സ് ആണ്. z മീൻസ്, സോറി, z എന്താണ്? z ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ഇന്റീജേഴ്സ്. ഓക്കെ, therefore θ ഈക്വൽ ടു n പൈ n ബിലോങ്സ് ടു z. അപ്പോൾ അതാണ് അതിന്റെ ആൻസർ. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയി അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനകത്ത് എന്താണ്? കൺവേർട്ട് z. ഓക്കെ, കൺവേർട്ട്, ദിസ് ഈസ് എക്സാമ്പിൾ 6. എക്സാമ്പിൾ 6നകത്ത് എന്താണ് പറയുന്നത്? കൺവേർട്ട് z എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് I minus 1 divided by cos pi by 3 plus I into sin of pi by 3. ഇതിന് into polar form. Okay, into polar form. You know, it is ആദ്യം ഇതിനെ a plus iv ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് വെരി സിമ്പിൾ. ഇത് തന്നിരിക്കുന്ന എന്താണ്? z അല്ലേ? അപ്പോൾ ഇസഡിനെ നമുക്ക് മുകളിൽ I minus 1 ഉണ്ട്, താഴെ എന്താണ്? വാട്ട് ഈസ് cos pi by 3? pi by 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ഡിഗ്രി ആണ്. അപ്പൊ cos pi by 3 എത്രയാണ്? 1/2 അല്ലേ? പിന്നെ sin pi by 3 എത്രയാണ്? √3/2. സോ പ്ലസ് √3/2 ഇൻറ്റു I, ഇങ്ങനെ എഴുതാം അല്ലേ? കറക്റ്റ്. അപ്പൊ താഴത്തെ ഒരു LCM എടുത്ത് കഴിയുമ്പോഴത്തേക്കും 2 താഴെ വരും, ആ 2 മുകളിലോട്ട് കൊടുക്കാം. അപ്പൊ 2 ഇൻറ്റു I minus 1 divided by 1 plus √3I എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി താഴത്തേത് ഡിനോമിനേറ്റർ ഇല്ലാതാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ചെയ്യും? അതിന്റെ കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്യും. കോൺജുഗേറ്റ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 1 minus √3I മൾട്ടിപ്ലൈ ചെയ്യണം, മുകളിലും താഴെ 1 minus √3I മൾട്ടിപ്ലൈ ചെയ്യണം. അത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ഇനി അത് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റാഷണലൈസ് ആയി കഴിഞ്ഞു, കാരണം a plus b a minus b ഫോമിൽ ഡിനോമിനേറ്റർ വന്നു. അപ്പൊ ഇനി മുകളിലത്തേത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി 2 അവിടെ കിടക്കട്ടെ. I into 1 is equal to I, minus 1 into 1 is equal to minus 1. ഇനി I into minus √3I എന്ന് പറഞ്ഞാൽ I സ്ക്വയർ മൈനസ് 1 ആണ്, ആ മൈനസ് 1ഉം ഈ മൈനസ് കൂടെ പ്ലസ് ആവും. അപ്പൊ പ്ലസ് √3I. ഓക്കെ, ഇനിയിപ്പോൾ എന്താണ്? ഈ മൈനസ് 1ഉം ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ മൈനസ് മൈനസ് പ്ലസ് √3I. ഓക്കെ, പ്ലസ് √3 ഇൻറ്റു I ഹോൾ ഡിവൈഡഡ് ബൈ താഴെ എന്താണ്? a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. അപ്പൊ അത് 1 പ്ലസ് 3. ഓക്കെ, 1 plus 3 is equal to 4. സോ 2I അവിടെ, താഴത്തെ ഡിനോമിനേറ്റർ 4 ആണ്, 4 ഇവിടെ കിടക്കട്ടെ. ഇവിടെ ഇനി എന്താണ്? 1 √3 minus 1. ഓക്കെ, ദിസ് ഇസ് √3 minus 1. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. √3 minus 1 ഇൻറ്റു പിന്നെന്താണ്? √3 plus 1 ഇൻറ്റു I പ്ലസ് √3 plus 1 into I. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും കുറച്ച്. അപ്പൊ അത് 2 ആകും ഡിനോമിനേറ്ററിൽ. അപ്പൊ നമുക്ക് കിട്ടുന്ന എന്താണ്? ഈ 2 എന്നിട്ട് ബാക്കി രണ്ടെണ്ണത്തിന്റെ ഡിനോമിനേറ്റർ, ഇത് 2 1s are 2, 2 2s are 4. ഇപ്പൊ ഈ 2 ഇതിനും കൊടുക്കാം, ആ 2 അതിനും കൊടുക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് √3 minus 1/2 പ്ലസ് √3 plus 1/2 into I. സോ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന z സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടുന്നത്. എനിക്ക് കണ്ടുപിടിക്കേണ്ടതാണ് അതിന്റെ പോളാർ ഫോം കണ്ടുപിടിക്കണം. പോളാർ ഫോം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അതിന് വേണ്ടിയിട്ട് മോഡുലസ് ഓഫ് z വേണം ആദ്യം അല്ലെ? r വേണം. r എന്താണ്? rന് പകരം r സ്ക്വയർ കണ്ടുപിടിക്കാം. ഓക്കെ, r സ്ക്വയർ കണ്ടുപിടിക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് റൂട്ട് എടുത്താൽ മതിയല്ലോ. r സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ആയിരിക്കും, കാരണം r സ്ക്വയർ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ആണ്. അപ്പൊ r സ്ക്വയർ എന്താണ്? a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്ക്വയർ എടുക്കുക, ഇത് a ഇത് b. ഓക്കെ, ദിസ് ഈസ് യുവർ a ആൻഡ് ദിസ് ഈസ് യുവർ b. ഓക്കെ, അപ്പൊ അവിടെ എഴുതിയാൽ അത് ശരിയാവില്ല, സ്ഥലം കിട്ടത്തില്ല. അപ്പൊ നമുക്ക്
ഇതിന്റെ സ്ക്വയർ എടുക്കുക. ഇതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും √3 - 1/2 the whole square plus √3 + 1/2 the whole square. അത് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും മുകളിലത്തേത് എന്താണ്? √3 the whole square is equal to 3, പിന്നെ -2√3 into +1. ഓക്കെ, അപ്പുറത്തെ സൈഡിലോ ഡിനോമിനേറ്റർ രണ്ടിലും സെയിം ആണ്, 4 ആണ്. അപ്പോൾ ഞാൻ 4 താഴെ കൊടുക്കും. ഇവിടത്തെയോ, ഇവിടെ √3 ഹോൾ സ്ക്വയർ 3യും ഇവിടെ +2√3 + 1 ഹോൾ ഡിവൈഡഡ് ബൈ 4 ആണ് കിട്ടുന്നത്. ഓക്കെ, അത് അത്രയായി. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇത് രണ്ടും ക്യാൻസലായി. 3 2s are 6, 7 and 8. അപ്പോൾ മുകളിൽ 8/4 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ r എന്താണ് കിട്ടിയത്? r എന്ന് പറയുമ്പോഴത്തേക്കും 2√2 ആയി. r ഈസ് ഈക്വൽ ടു √2. ഓക്കെ, r സ്ക്വയർ നമുക്ക് 2 ആവുമ്പോൾ r എന്താണ്? √2 ആണ്. ഓക്കെ, r എന്താണ്? √2 ആണ്. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടോ? r √2 കിട്ടി. പിന്നെ അതിനുശേഷം നമുക്ക് cos θ എന്താണ്? cos θ ഈസ് ഈക്വൽ ടു a/r. cos θ a എന്തായിരുന്നു? ഇതായിരുന്നു a. ഇത് നമുക്ക് a ആണ്. ഓക്കെ, നമുക്കത് എവിടെ എഴുതേണ്ടത്? a ഇവിടെ ആയിരുന്നു. ഇത് a, ഇത് b. ഓക്കെ, അപ്പോൾ എനിക്ക് ഇനി എടുക്കേണ്ടത് a എന്താണ്? √3 - 1/2. ഓക്കെ, a എന്ന് പറയുന്നത് √3 - 1/2 ഇൻറ്റു 1/r. r എന്തായിരുന്നു? √2. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? √3 - 1/2 √2. അതവിടെ കിടക്കട്ടെ. ഓക്കെ, അതുപോലെ sin θ കണ്ടുപിടിക്കാം. sin θ എന്താണ്? b/r ആണ്. അതിന്റെ എന്താണ് ഫോർമുല? √3 + 1/2 ഇൻറ്റു 1/√2. അത് മുകളിൽ നിന്ന് കണ്ടുപിടിച്ചാണ് b. ആ b ഇവിടെ എഴുതി. √3 + 1/2 √2 ആയി. ഓക്കെ, θ എന്താണ്? 5π/12 ആണ്. ഇത് പഠിക്കേണ്ടി വരും, കുറച്ച് കാണാതെ പഠിക്കേണ്ടി വരും. ഈ √3 - 1/2 √2ഉം √3 + 1/2 √2ഉം അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 5π/12 ആണ്. ഓക്കെ, 5π/12 കിട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് θ കിട്ടി, r കിട്ടി. ഇനി നമുക്ക് പോളാർ ഫോമിൽ എഴുതാം. സോ ദെയർഫോർ പോളാർ ഫോം എന്താണ്? പോളാർ ഫോം z is equal to r cos θ plus I sin θ. ഇത് ബ്രാക്കറ്റിൽ ഇടുക. r-ന്റെ വാല്യൂ √2. ഇനി കോസ് കഴിഞ്ഞ് θയ്ക്ക് 5π/12 കൊടുക്കുക, പ്ലസ് i ഇൻറ്റു sin θയ്ക്ക് sin 5π/12 കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. സോ താങ്ക് യു.